മക്കളെ, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മക്കളെ, ഇതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഒരുപാട് ഡിസീസുകളും ആ ഡിസീസുകൾ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക, അത് ആരാണ് സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്തറിയണം, എന്താണ് ഡിസീസ് എന്ന് അറിയണം അല്ലേ. ഡിസീസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയും, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുക, ഡിസീസ് എന്ന് പറയാൻ പറ്റും അല്ലേ. ആ ഡിസീസുകൾ രണ്ട് തരത്തിലാണ്. അതാണ് ജനറ്റിക് ഡിസീസും അതുപോലെ തന്നെ അക്യൂട്ട് ഡിസീസും. ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ജനിതകമായുള്ള ഡിസീസും, അത് നമുക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവും. അക്യൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡിസീസിനെയാണ് നമ്മൾ അക്യൂട്ട് ഡിസീസ് എന്ന് പറയാം. അപ്പോൾ അത് മക്കളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതാണ് കമ്മ്യൂണിക്കബിളും അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിളും. എന്താണ് കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കബിൾ എന്നാലും എത്രേ ഉള്ളൂ, എനിക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചോ ആ രോഗം വേറെ ആളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതിനുള്ള എക്സാമ്പിൾ എന്താണ്, എല്ലാ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഹെൽമിന്ത് ഇവരൊക്കെ പരത്തുന്ന ഡിസീസ് എന്താണ്, അതൊക്കെ കമ്മ്യൂണിക്കബിളാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നോൺ കമ്മ്യൂണിക്കബിളിൻ്റെ എക്സാമ്പിൾ, അത് സ്പ്രെഡ് ചെയ്യില്ല അല്ലേ. അതെന്താണ്, നമ്മുടെ എയ്ഡ്സ് അല്ല നമ്മുടെ ക്യാൻസർ അതിനുള്ള എക്സാമ്പിളാണ്. അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഡയബറ്റീസ് പോലുള്ള ഡിസീസൊക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ മക്കളെ. ക്യാൻസർ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ് കുട്ടികളെ, എന്തിനുള്ള എക്സാമ്പിളാണ്, അക്യൂട്ട് ഡിസീസിലെ നോൺ കമ്മ്യൂണിക്കബിളിനുള്ള എക്സാമ്പിളാണ്. അപ്പം മക്കൾ, നമുക്കിത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാന്ന് അറിയണം. ഈ ഒരു ഡിസീസൊക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക. അപ്പം അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ അല്ലേ. നമ്മൾ മലിനപ്പെട്ടിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കത് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഭക്ഷണം ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അല്ലേ. പിന്നെ അതേപോലെ നോക്കൂ, ത്രൂ സർഫസസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ബോർഡും അതുപോലെ തന്നെ പെന്നും ആ വാതിലും ഡോറും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നില്ലേ. അപ്പം നാളെ ഒരു സാറ് ക്ലാസ് എടുക്കാൻ വരിക എന്ന് വിചാരിച്ചു, അപ്പം അയാളിലേക്കും എന്താവും, എനിക്ക് രോഗം ഉണ്ടെങ്കിൽ അയാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതേപോലെ നോക്കൂ, ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലേ, നമ്മൾ ഒരാൾ കൈ ഒടിക്കുക അല്ലെങ്കിൽ ഹഗ് ചെയ്യേ ആ ഒരു സമയത്തും ഡിസീസ് സ്പ്രെഡ് ചെയ്യും. പിന്നുള്ളൊരു മെത്തേഡാണ് മക്കളെ, ത്രൂ കഫിങ് ആൻഡ് സ്നീസിങ്. നമുക്ക് രോഗമുണ്ടെന്ന് വിചാരിച്ചോ, അപ്പം നമ്മൾ ചുമക്കൂലേ തുമ്മൂലേ, ആ ഒരു സമയത്ത് ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. ആ ഡ്രോപ്ലെറ്റ്സ് വേറെ ആൾ ഇൻഹേൽ ചെയ്താൽ അയാൾക്കും എന്തുണ്ടാവും, ഡിസീസ് ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ. അതേപോലെ പാത്തജനിക് ആയുള്ള ഏജൻസ്. എന്താ പാത്തജനിക് ഏജൻസ്, നോക്കൂ, നമ്മുടെ അലർജി പരത്തുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ വാട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡോഗ്, നമ്മുടെ മോസ്കിറ്റോ, ഡ്രോസോഫില, അതുപോലെ തന്നെ നമ്മുടെ മൗസ്, ഹെന്നി, ഇവരൊക്കെയാണ് നമ്മുടെ പാത്തജനിക് ആയുള്ള ഏജൻസികൾ. അപ്പൊ അവർ വഴി നമുക്ക് എന്തുണ്ടാവും, ഡിസീസുകൾ ഉണ്ടാവും. അപ്പൊ മക്കളെ, ഇതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതിലൊന്നാമത്തെ പോയിന്റ് ആണ് പേഴ്സണൽ ഹൈജീൻ. നിങ്ങൾ കുളിക്കണം മക്കളെ, നിങ്ങൾ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും, അവരിങ്ങനെ സ്പ്രേ അടിച്ച് ഒരു ഡ്രസ്സ് തന്നെ 4-5 ദിവസമൊക്കെ ഇട്ട് വരും. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മോനെ പേഴ്സണൽ ഹൈജീൻ വേണം, അല്ലെങ്കിൽ എന്തുണ്ടാവും, ചിലപ്പോൾ ഡിസീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് സേഫ് ഫുഡ് ആൻഡ് വാട്ടർ അല്ലേ. നമ്മൾ സേഫ് ആയുള്ള പ്യുവർ ആയുള്ള ഫുഡും വെള്ളവും നമ്മൾ കുടിക്കണം. പിന്നെ മൂന്നാമത്തേതാണ് വാക്സിനേഷൻ. എന്താ മക്കളെ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ നമ്മൾ ശരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പാത്തജൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പാത്തജനോ അല്ലെങ്കിൽ കിൽഡ് ആയിട്ടുള്ള ഒരു പാത്തജനോ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്നാൽ ഈ പാത്തജൻസിന് നമ്മൾക്ക് രോഗം ഉണ്ടാക്കാൻ പറ്റില്ല, അത്രക്കും വീക്കായിരിക്കും. എന്നാൽ അവർ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പം ആര് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലെ ബ്ലഡിലുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു പുതിയൊരു വൈറസോ ഒരു ബാക്ടീരിയ വരുമ്പം ആ ആൻറ്റിബോഡി അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യാം, ഈ ഒരു ഡിസീസിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതേപോലെ കൺട്രോൾ വെക്ടേഴ്സ്. എന്താ കൺട്രോൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ മോസ്കിറ്റോ, ഡ്രോസോഫില. അപ്പോൾ ഈ മോസ്കിറ്റോനൊക്കെ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാം, അവർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം, അതൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്തിനെ കൺട്രോൾ ചെയ്യുക, നമ്മൾ വെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ ലാസ്റ്റാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ പറഞ്ഞാൽ നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ കൊറോണ വന്ന സമയത്ത് നമ്മൾ പല ആളുകളും ക്വാറന്റീനിൽ നിന്നു. ആ ക്വാറന്റീൻ എന്ന് പറഞ്ഞത് ഐസൊലേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മക്കളെ, നമുക്കിതിൽ പഠിക്കാനുള്ളത്
5 ബാക്ടീരിയൽ ഡിസീസ് നോക്കൂ. ബാക്ടീരിയൽ ഡിസീസ് 2 വൈറസ് ഡിസീസ് 2 ഫംഗൽ ഡിസീസ് 2 പ്രോട്ടോസോവ 2 വേംസ് 2. അപ്പോൾ ഓരോ ഡിസീസുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ബാക്ടീരിയൽ ഡിസീസിലേക്ക് കടക്കും. മക്കളെ, ബാക്ടീരിയ എങ്ങനെ ഡിസീസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുതരാം. ഒരു ബാക്ടീരിയ ഇതൊരു ബാക്ടീരിയ എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ബാക്ടീരിയ എൻ്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാ അറിയോ? ബൈനറി ഫിഷനാ. എന്താ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ബാക്ടീരിയ 2 കഷ്ണം മുറിയും, അങ്ങനെ 2 ബാക്ടീരിയ ആയിട്ട് മാറും. ഇപ്പോൾ ബൈ ആയില്ലേ, അതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയും. ആ 2 4 മാറും, 4 8 മാറും, 8 16 മാറും, 32 മാറും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അവർ നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തും പോയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ഇവർ 2 സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നോക്കൂ, ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ എൻസൈമുകളും പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്താൽ ഇവർ നമ്മുടെ ഹോസ്റ്റ് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹോസ്റ്റ് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യും. മക്കളെ, നമ്മുടെ ടിഷ്യൂ ഡിസ്ട്രോയ് ചെയ്യാൻ എന്താ പ്രശ്നം? അത് നമ്മുടെ ബോഡിലി ഫങ്ഷൻസ് ഡിസ്ട്രപ്റ്റ് ആവില്ലേ? അല്ലേ, നമ്മുടെ ബോഡിലി ഫങ്ഷൻസ് ഡിസ്ട്രപ്റ്റ് ആവും. കാരണം എന്താണ്? നമ്മുടെ സെല്ലാണ് ഒരുപാട് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുക, ആ സെല്ലിലെ DNA ഒക്കെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് ഡിസ്ട്രപ്റ്റ് ആവും. അതേപോലെ ഇവർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ സെൽ മെംബ്രെയിനെ അത് ഡാമേജ് ചെയ്യും. നോക്കി, ഇതാണ് നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ എന്ന് വിചാരിച്ചോ. ആ സെൽ മെംബ്രെയിനെ ഡാമേജ് ചെയ്ത് എന്താ പ്രശ്നം? ആ സെൽ മെംബ്രെയിൻ നമ്മുടെ സെല്ലിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ. അപ്പൊ അത് ഡാമേജ് ആയാൽ നമ്മുടെ സെല്ല് നശിച്ചു പോകും. ഒക്കെയല്ലേ, നമ്മുടെ സെല്ല് അങ്ങനെ ഡിസ്ട്രോയ് ആവും. ഈ രീതിയിലാണ് ബാക്ടീരിയ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യുക. അപ്പൊ അതിലെ ഒന്നാമത്തെ ഡിസീസാണ് ട്യൂബർകുലോസിസ്. മലയാളത്തിൽ നമ്മൾ ക്ഷയരോഗം എന്ന് പറയും. അപ്പൊ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇത് സിമ്പിളായിട്ട്, എനിക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ സ്നീസ് ചെയ്യുക അല്ലെങ്കിൽ കഫ് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് വരും അല്ലേ. ആ ഡ്രോപ്ലെറ്റ്സ് വേറൊരാൾ ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? ട്യൂബർകുലോസിസ് ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് എന്ത് നടക്കുക? ഈ ഒരു സ്പ്രെഡിങ് നടക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, ആരാണ് പരത്തുന്നതിനാണ് ആര്? പാത്തജൻ. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സിമ്പിൾ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യൊരു ഡിസീസിന്റെ പേര് ഇത്, ലാസ്റ്റ് ഡിസീസ്. എന്താ ഡിസീസിന്റെ പേര്? ട്യൂബർകുലോസിസ്. ആരാ പരത്തുന്നത്? ഇതൊരു ബാക്ടീരിയം അല്ലേ. അപ്പൊ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. അതിന്റെ മുമ്പ് ഒരു മൈക്കോ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറി? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നായി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുക നമ്മുടെ ലെൻസിനെ. ആ ലെൻസിനെ എഫക്ട് ചെയ്താൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് കഫ്. അപ്പൊ ഈ ട്യൂബർകുലോസിസിന്റെ കേസിൽ പേഴ്സിസ്റ്റന്റ് ആയുള്ള കഫ് ഉണ്ടാവും, അതേപോലെ ഫീവർ ഉണ്ടാവും. ഫീവർ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് എങ്ങനെ പറഞ്ഞുതരാം. ഈ ഒരു ബാക്ടീരിയൽ ഡിസീസിലേക്ക് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റമാണ് ഫീവർ. അതേപോലെ ഹെഡ് ഏക്ക് ഉണ്ടാവും. എന്നാൽ ട്യൂബർകുലോസിസിന്റെ കേസിൽ ഹെഡ് ഏക്ക് ഉണ്ടാവും, പക്ഷെ കോമൺ ആയിട്ടുള്ള സിംറ്റം അല്ല. അപ്പൊ എന്തൊക്കെയാണ്? ഫീവർ ഉണ്ടാവും. അപ്പൊ മക്കളെ ഒന്ന് ആലോചിച്ചോ, കഫ്, ഫീവർ ഉണ്ടാവും. മക്കളെ, നിങ്ങൾക്ക് പനി ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ലേ? ക്ഷീണം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫാറ്റിക് എന്ന് പറയാം. മക്കളെ, ക്ഷീണം ഉണ്ടായാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ലേ? ഒരു 4 ദിവസമൊക്കെ പനി ഉണ്ടായി കിടന്നു നോക്കിയാൽ മനസ്സിലാവും, വെയിറ്റ് ലോസും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പിന്നെ മക്കളെ, നമുക്ക് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്നല്ലേ, നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നില്ല, അതുകൊണ്ട് നമ്മൾ കഞ്ഞി കഴിക്കും. അപ്പൊ ഈ 4 സിംറ്റംസ് നിങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പൊ സിമ്പിളാണ് അല്ലേ? പിന്നെ അടുത്തെന്താന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത് ട്രീറ്റ്മെന്റ് ആണ് BCG വാക്സിനേഷൻ. അതേപോലെ ലോങ് ടേമിൽ നമ്മൾ ചില മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡോട്ട്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുക നമ്മുടെ ലങ്സിനെയാണ്. അങ്ങനെ ലങ്സിനെ എഫക്ട് ചെയ്തതിനു ശേഷം ഇത് കിഡ്നിനെ എഫക്ട് ചെയ്യും, അതേപോലെ ഇത് ബോൺസിനെ എഫക്ട് ചെയ്യും, അതേപോലെ ഇത് ആരെ എഫക്ട് ചെയ്യും? ബ്രെയിനിനെയും എഫക്ട് ചെയ്യും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ട്യൂബർകുലോസിസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഡിസീസാണ് ലെപ്റ്റോസ്പൈറോസിസ്. സിമ്പിളായിട്ട് നമ്മുടെ റാറ്റ് ഫീവർ. അപ്പൊ ഇതെന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ ഒരുപാട് വീട്ടുകളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പല ആളുകളും ഒരു ടാബ്ലറ്റ് കഴിച്ചു, ഗവൺമെൻറ് തന്ന് അല്ലേ. ആ ടാബ്ലറ്റ് ശരിക്കും ഈ ഒരു റാറ്റ് ഫീവറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ആൻറ്റിബയോട്ടിക് ആയിരുന്നു. ഓക്കെ അല്ലേ? ആ ഒരു ആൻറ്റിബയോട്ടിക് ആയിരുന്നു നമ്മൾ കഴിച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക? കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വെള്ളം അല്ലേ, കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുക. എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക?
നിങ്ങൾ ആലോചിച്ചോ മക്കളെ, നിങ്ങൾക്കൊരു വൂണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ വൂണ്ടിലൂടെ അത് മെല്ലെ ഈ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് വരും. അല്ലെങ്കിൽ മക്കളെ, നമ്മുടെ മൂക്കിലും നമ്മുടെ ഐസിലൊക്കെ എന്തുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് അല്ലെ. ആ മ്യൂക്കസ് മെംബ്രെയിനിലൂടെയും ഇത് ഉള്ളിലേക്ക് കടക്കും. ഉള്ളിലേക്ക് കടന്നതിന് ശേഷം ഇത് എന്തുണ്ടാവും, നമുക്ക് രോഗമുണ്ടാവും. അതേപോലെ മക്കളെ, ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്ന പാത്തജന്റെ പേരാണ് ലെപ്റ്റോസ്പൈറ. ആ ലെപ്റ്റോസ്പൈറ പരത്തുന്ന ഡിസീസിനെയാണ് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഈ പാത്തജൻ എന്താണ്, ലെപ്റ്റോസ്പൈറ, പരത്തുന്ന ഡിസീസ് ലെപ്റ്റോസ്പൈറോസിസ്. ഇതിലെ സിംറ്റംസ് നോക്കൂ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ ബാക്ടീരിയയിൽ കോമൺ ആയിട്ട് കാണുന്ന 2 സിംറ്റംസ് ആണ് ഫീവറും ഹെഡേക്കും. പിന്നെ മസിൽ പെയിൻ ഉണ്ടാവും. അതേപോലെ റെഡ്നെസ് ഓഫ് ഐ, നമ്മുടെ കണ്ണ് എന്തായിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. അതേപോലെ വൊമിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്തിട്ട് പോയിട്ട് പറയാം, ഡോക്ടറെ ഈ രോഗം എന്താണ്, ചിലപ്പോൾ റാറ്റ് ഫീവർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒന്നിത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഇത് മെയിനായിട്ട് എഫക്ട് ചെയ്യുക നമ്മുടെ കിഡ്നിയാണ്. അതേപോലെ ലിവറിനെ എഫക്ട് ചെയ്യും, നമ്മുടെ ലങ്സിനെ എഫക്ട് ചെയ്യും. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആന്റിബയോട്ടിക് ആണ്. അതാണ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക പറഞ്ഞു. ഇനി അടുത്ത ഡിസീസാണ് വൈറസ്. ആ വൈറസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസീസാണ് നമ്മുടെ എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. എയ്ഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തെന്ന് വിചാരിച്ചു, ഇതൊരു എയ്ഡ്സ് ആണെന്ന് വിചാരിച്ചു. അവർ നേരെ കൺട്രോൾ ചെയ്യുക നമ്മുടെ സെല്ലിനെ. ആ സെല്ലിനെ പോയിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഇവരെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവർ നേരെ പോയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മുടെ T ലിംഫോസൈറ്റാ. ആരെ മക്കളാണ് നമ്മുടെ T ലിംഫോസൈറ്റ്? നമ്മളെ കാത്ത് രക്ഷിക്കുന്നവനല്ലേ T ലിംഫോസൈറ്റ്? അല്ല, നമ്മുടെ ഇമ്മ്യൂൺ സെല്ലാണ് T ലിംഫോസൈറ്റ്. അപ്പൊ T ലിംഫോസൈറ്റിനെ പോയിട്ട് ഡിസ്ട്രോയ് ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാവും. ആ ഇമ്മ്യൂണിറ്റി വീക്കായ എന്താ പ്രശ്നം? നമ്മുടെ ബോഡിയിലേക്ക് കയറാൻ വേണ്ടി കാത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ഹെൽമന്തുകളുണ്ട്. അവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. അവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസീസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു എയ്ഡ്സിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ ഒരുപാട് ഡിസീസുകൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവസാനം ആ ഡിസീസുകൾ വന്നിട്ട് നമ്മൾ മരിച്ചു പോകും. അപ്പം മക്കളെ, ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് എയ്ഡ്സിനെയാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയാം. എന്ത്? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇത് പരത്തുന്ന പാത്തജനെയാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയാം, അഥവാ HIV എന്ന് പറയും. ഓർത്ത് വെച്ചോ, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഇത് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുക 4 വഴിയാണ്. ഒന്നാമത്തത് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. എനിക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ സെക്സിൽ ഏർപ്പെട്ടാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും എന്തുണ്ടാവും, എയ്ഡ്സ് ഉണ്ടാവും. പിന്നെ അതേപോലത്തെ രണ്ടാമത്തതാണ് ഷെയറിംഗ് ഓഫ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ദാറ്റ് ആർ നോട്ട് HIV ഫ്രീ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് നല്ല ഐഡിയ ഉണ്ടാവും, കേരളത്തിൽ ഇങ്ങനെ എയ്ഡ്സ് എങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾക്ക് എയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ് അബ്യൂസ് ആണ്. അപ്പോൾ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ, ഒരു സിറിഞ്ച് ഉണ്ടാവുക, ഒരു 10-15 ആൾക്കാരുണ്ടാവും. എന്നിട്ട് അതെങ്ങനെ പാസ് ചെയ്ത് എങ്ങനെ പോകും. അങ്ങനെ ഇത് ഓരോ ആളുകൾക്കും പാസ് ചെയ്യുമ്പോൾ ഈ ഒരു വൈറസും എന്താവുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് എന്തുണ്ടാവും, ഡിസീസ് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തേതാണ് ത്രൂ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ഓർഗൻസ് കണ്ടെയ്നിങ് HIV. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കുന്നവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അവർ അതിന് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് വേറെ ആളിലേക്കും സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ഗവൺമെൻറ് ബ്ലഡൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് മക്കളെ, ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്. അമ്മക്കുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് ആരിലേക്ക് സ്പ്രെഡ് ചെയ്യും, ഈ ഒരു ഫീറ്റസിലേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ 4 സിംറ്റംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തെന്താന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക? നമ്മൾ പറഞ്ഞല്ലോ, HIV വൈറസ് ആരെ പോയിട്ട് അറ്റാക്ക് ചെയ്യും, നമ്മുടെ T ലിംഫോസൈറ്റിനെ അറ്റാക്ക് ചെയ്യും. ആ T ലിംഫോസൈറ്റ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സെല്ലാണ്. ആ ഇമ്മ്യൂൺ സെല്ല് വീക്കായ നമ്മുടെ ബോഡിൻ്റെ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയും. അങ്ങനെ കഴിവ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, എയ്ഡ്സ് എന്ന് പറയാം, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അല്ല, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഇതിലുള്ള സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു ബാക്ടീരിയ കയറുകയാണെങ്കിൽ ആ ബാക്ടീരിയ നമുക്ക് ഡിസീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും. ഫംഗസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫംഗസിൻ്റെ ഡിസീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഫീവർ ഉണ്ടാവും,
ഡയറിയ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു പാത്തജൻ വരികയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ് ഒക്കെ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ രോഗം ഉണ്ടായിട്ട് തന്നെ നമ്മൾ മരിച്ചു പോകും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അതിന് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ടി ലിംഫോസൈറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഈ ഒരു എയ്ഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രിവെന്റ് ചെയ്യാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. ആ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ആന്റി റിട്രോവൈറൽ തെറാപ്പി. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു വർഷമാണ് ഗ്യാരണ്ടി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ഈ ഒരു വൈറസ്, ഈ ഒരു തെറാപ്പി യൂസ് ചെയ്തിട്ട് ഈ വൈറസിന്റെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്താൽ നമുക്ക് ചിലപ്പം ഒരു 2 വർഷമോ 3 വർഷമൊക്കെ ആയിട്ട് നമുക്ക് നീട്ടി കിട്ടും. അത് മാത്രം ഇതിലുള്ള സൊല്യൂഷൻ. ഇപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് പ്രിവെന്റ് ചെയ്യാം, ക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റൂല. അതിനുള്ള മെഡിസിൻ ഒന്നും ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല. ഇനി അടുത്ത നോക്കും മക്കളെ, അടുത്ത നമ്മുടെ നിപ്പ വൈറസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നിപ്പനെ കുറിച്ച്. നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്ക് വേൾഡ് ഫേമസ് ആവാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് നിപ്പ. ആ നിപ്പ പരത്തുന്ന പാത്തജനെയാണ് നമ്മൾ എന്ത് പറയാം, നിപ്പ വൈറസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? നിപ്പ വൈറസ് എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക നമ്മുടെ ബാറ്റിൽ നിന്നാണ്. ഈ ബാറ്റിന്റെ യൂറിനോ സലൈവൊക്കെ നമ്മുടെ കിണറ്റിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ആയി എന്ന് വിചാരിച്ചോ. അപ്പോൾ അത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നിപ്പ വൈറസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബാറ്റ് കഴിച്ച ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചാൽ എന്തുണ്ടാവും, നമുക്ക് നിപ്പ ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഫ്രൂട്ട്സ് പിഗ് കഴിച്ചെന്ന് വിചാരിച്ചോ, ആ പിഗിന്റെ ഇറച്ചി നമ്മൾ കഴിച്ചാൽ നമുക്ക് ഉണ്ടാവും, നിപ്പ വൈറസ് ഉണ്ടാവും. അതേപോലെ ഈ പിഗിന്റെ ബോഡിയിലേക്കും സലൈവയും അതുപോലെ തന്നെ യൂറിനും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഡിസീസ് ഉണ്ടാവും. അപ്പൊ ഈ രീതിയിലാണ് നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ, ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, മസ്കുലാർ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ കഫ് ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള സിംറ്റംസ്. എന്നാൽ ഈ ഒരു ഡിസീസ് സിവിയർ ആയിട്ട് മാറും. സിവിയർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഡിസ്ഓറിയന്റേഷൻ ഉണ്ടാവും, എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അപസ്മാരം എന്ന് പറയും. അതുപോലെ തന്നെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, നമുക്ക് ബോധമൊക്കെ നഷ്ടപ്പെടും. ഈ നമ്മളെ വൈറസ് പടല്ലേ, ആ വൈറസ് പടം കണ്ടവർക്ക് അറിയാം, ഈ ഒരു സിംറ്റംസ് ഒക്കെ ആ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആ സിനിമ കണ്ടോല് അങ്ങനെ കണക്ട് ചെയ്ത് ആ സിംറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലാണ്ട് ഇതിങ്ങനെ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർ ആയുള്ള ക്യൂർ ഇല്ല. ഇതിന് നമുക്ക് എന്താക്കാൻ പറ്റുക, അവരെങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുക, അവരെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ ഡിസീസുള്ള ആൾക്കാരെ ആ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആക്കാൻ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വൈറസിന്റെ ഡിസീസിന്റെ പ്രശ്നങ്ങളൊക്കെ അതാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്തുണ്ടാവില്ല, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല. ഇനി അടുത്താണ് മക്കളെ ഫംഗസ് ഡിസീസ്. ആ ഫംഗസ് ഡിസീസിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ഡിസീസാണ്, റിംഗ് വേമും അതുപോലെ തന്നെ കാൻഡിഡിയാസിസും. അപ്പോൾ റിംഗ് വേം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വട്ടച്ചൊറി എന്ന് പറയും. ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ഒരു പേടി സ്വപ്നമാണ് ഈ ഒരു വട്ടച്ചൊറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ത്രൂ കണ്ടാമിനേറ്റഡ് സബ്സ്റ്റൻസിലൂടെ. നമ്മളിപ്പം എനിക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ ഹോസ്റ്റലിലെ ആൾക്കാർക്ക്, ഇപ്പോൾ ഞാൻ ഈ ഷർട്ട് ഇട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ട് എൻ്റെ അൽമാറയെ കാണൂല. കാരണം എന്താണ്, ഏതോ ഒരു ചങ്ങായി ഈ ഷർട്ട് എടുത്ത് കൊണ്ടുപോയിണ്ടാവും. അങ്ങനെ ഇങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കുന്നവർ അങ്ങനെ ഈ ഭയങ്കര ഷെയറിങ് ആയിരിക്കും. അങ്ങനെ ഈ ഷെയർ ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം, നമ്മൾ ഈ ഒരു കണ്ടാമിനേറ്റഡ് ഉള്ള സബ്സ്റ്റൻസ് ഷെയർ ചെയ്യുമ്പോൾ അടുത്ത ആളുകൾക്കും എന്തുണ്ടാവും, ഈ ഒരു ചൊറികളൊക്കെ ഉണ്ടാവും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക. ഭയങ്കര ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ഡോക്ടർ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും, മോനെ അനക്ക് വട്ടച്ചൊറിയാന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വട്ടച്ചൊറി സ്പ്രെഡ് ചെയ്യുക, ഈ ഒരു റിംഗ് വേം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് മക്കളെ, സർക്കുലർ ആയിട്ടുള്ള റെഡിഷ് കളർ ഉണ്ടാവും. നോക്കൂ, ഇതുപോലെ ഇങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ഒരു റെഡിഷ് ആയിട്ടുള്ള റാഷസ് ഉണ്ടാവും. കണ്ടോ, റാഷസ് ഉണ്ടാവും. അതേപോലെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും, ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിലുള്ള സിംറ്റംസ്. പിന്നെ ഈ ഒരു ഡിയാസിസിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള കാര്യം, ഇതും അതുപോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ഷെയറിംഗ് ഓഫ് ക്ലോത്തസ് ആൻഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. അപ്പോൾ ഈ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ക്ലോത്തസിലൂടെയൊക്കെയാണ് ഈ ഒരു കാൻഡിഡിയാസിസ് സ്പ്രെഡ് ചെയ്യുക. കാൻഡിഡിയാസിസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ സിംറ്റം ഉണ്ടാവാം, അഥവാ വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടാവും മൗത്തിൽ, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ടങ്കിലായിട്ട്. അതുപോലെ തന്നെ നല്ല ഇച്ചിങ് ഉണ്ടാവും.
അപ്പൊ ആലോചിച്ച് നോക്കുക, ഇച്ചിങ് രണ്ടിലും കോമൺ ആണ്. ഓക്കെ, ഇച്ചിങ് രണ്ടിലും കോമൺ ആണ്. അടുത്ത പാത്തജനാണ് പ്രോട്ടോസോവ. ഈ പ്രോട്ടോസോവ ഒരു യൂക്കാരിയോട്ട് ആണ്. ആ യൂക്കാരിയോട്ടിലെ യൂണിസെല്ലാർ ആണ്. എന്താ യൂണിസെല്ലാർ എന്ന് പറഞ്ഞാൽ? യൂണിസെല്ലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലിൽ ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂണിസെല്ലാർ എന്ന് പറയാം. അപ്പൊ അതിൽ വരുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് അമീബയും പ്ലാസ്മോഡിയം. അപ്പൊ നമുക്കിതിൽ പഠിക്കാനുള്ളത് അമീബയും പ്ലാസ്മോഡിയം സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഡിസീസാണ് മലേറിയ. ആ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന പാത്തജന്റെ പേരാണ് പ്ലാസ്മോഡിയം. അപ്പൊ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഒരു മോസ്കിറ്റോന്റെ ഉള്ളിൽ ഈ ഒരു പ്ലാസ്മോഡിയം ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ മക്കളെ, മോസ്കിറ്റോ നമ്മൾ വന്ന് ബൈറ്റ് ചെയ്യില്ലേ? ആ മോസ്കിറ്റോ നമ്മൾ വന്ന് ബൈറ്റ് ചെയ്യും. അപ്പൊ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് മോസ്കിറ്റോന്റെ ഉള്ളിലുള്ള ഈ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ ഇവർ നേരെ പോകും നമ്മുടെ ലിവറിലേക്കാണ്. ആ ലിവറിനെ ഇത് ലിവറിൽ പോയിട്ട് ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ലിവറിന് പുറത്തേക്ക് ഇത് വന്നിട്ട് നമ്മുടെ RBCനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. മകളെ, RBCനെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് RBCയിൽ പോയിട്ടും ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് RBCനെ അത് പൊട്ടിക്കും, ബേസ്റ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരും. ആ RBC പൊട്ടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന രണ്ട് സിംറ്റംസ് ആണ് മക്കളെ, ഫീവർ, ചിൽസ് ആൻഡ് ഷിവറിങ് ഒക്കെ. നല്ല പനി ഉണ്ടാവും, നല്ല കുളിരുള്ള പനിയായിരിക്കും, നല്ല വിറക്കുന്ന ടൈപ്പ് പനി ഉണ്ടാവില്ലേ, അങ്ങനെയല്ല പനി ഉണ്ടാവാം. അങ്ങനെ ഈ ഒരു RBCയിൽ എന്തുണ്ടാവും, നമ്മുടെ ബ്ലഡിൽ ഈ ഒരു പാത്തജൻ ഉണ്ടാവും. പിന്നെ ഒരു മോസ്കിറ്റോ വരുമ്പം ആ ഒരു മോസ്കിറ്റോ ആ ഒരു പാത്തജൻ ക്യാരി ചെയ്തിട്ട് അടുത്ത ആളെ പോയിട്ട് ബൈറ്റ് ചെയ്യും. അതേപോലെ ഈ ഡിസീസ് എങ്ങനെ സൈക്കിൾ രീതിയിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഒരു മലേറിയ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇത് സ്പ്രെഡ് ചെയ്യുന്ന മോസ്കിറ്റോനെയാണ് നമ്മൾ ഫീമെയിൽ അനോഫിലസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം അല്ലേ, 3 തരത്തിലുള്ള മോസ്കിറ്റോ ആണ് മെയിൻ ആണുള്ളത്. അനോഫിലസ് ഉണ്ട്, ക്യൂലക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈഡിസ് ഉണ്ട്. അതിലുള്ള അനോഫിലസ് ആണ് നമ്മുടെ മലേറിയ സ്പ്രെഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഫീമെയിൽ കൊടുത്തതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബൈറ്റ് ചെയ്യുന്ന മോസ്കിറ്റോകളെല്ലാം ഫീമെയിൽ ആണ്. എന്തുകൊണ്ടാണ് ഫീമെയിൽ നമ്മളെ ബൈറ്റ് ചെയ്യുന്നതെന്ന് അറിയും? കാരണം അവരുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീനുകൾ നമ്മുടെ ബ്ലഡിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു മോസ്കിറ്റോകൾ നമ്മുടെ ബ്ലഡ് ബൈറ്റ് ചെയ്ത് സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ മോസ്കിറ്റോകളും എന്താണ്, ബൈറ്റ് ചെയ്യുന്ന മോസ്കിറ്റോകളൊക്കെ നമ്മുടെ ഫീമെയിൽ തന്നെയാണ്. അപ്പൊ ആലോചിച്ച് വെച്ചോ, ഇത് എങ്ങനെയാണ് ഇൻഫെക്ട് ചെയ്യാന്ന്. പ്ലാസ്മോഡിയം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് അത് പോയിട്ട് നമ്മുടെ ലിവറിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അത് RBCയിലേക്ക് പോകും. RBCനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ സിംറ്റംസ് ആണ് ഫീവർ നമ്മൾ പറഞ്ഞു, ചിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഷിവറിങ് ഉണ്ടാവും, പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, മസ്കുലാർ പെയിൻ ഉണ്ടാവും, പിന്നെ ഫാറ്റിക് ഉണ്ടാവും. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാം? ആ പ്രിവെന്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആന്റി മലേറിയൽ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസീസാണ് അമീബിക് എൻസിഫാലിറ്റിസ്. ഇതെന്താ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ മലയാളത്തിൽ മസ്തിഷ്ക ജ്വരം എന്ന് പറയും അല്ലെ. ഇന്നത്തെ പത്രം നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ആളുകൾക്ക് കേരളത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നു? നമുക്കറിയുന്ന കാര്യം അല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ മലിനപ്പെട്ടിട്ടുള്ള വെള്ളത്തിലൊക്കെ പോയിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു നെഗ്ലേറിയ ഫൗളേറി എന്ന് പറഞ്ഞ ഒരു പാത്തജൻ ഉണ്ട്, ഒരു അമീബ ഉണ്ട്. ആ അമീബ നമ്മുടെ മൂക്കിലൂടെയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. നമ്മുടെ മൂക്കിലൂടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. ഓക്കെ അല്ലേ മക്കളെ, ഇവർ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും, ബ്രെയിനിലേക്ക് പോകും. എന്നിട്ട് ആ ബ്രെയിനിൽ പോയിട്ട് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിനൊക്കെ ഇവർ തിന്നാൻ തുടങ്ങും. ആ തിന്നാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു ഡിസീസ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സിംറ്റംസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക ഇത് ബ്രെയിൻ ഈറ്റിംഗ് ആയിട്ടുള്ള അമീബയാണ്. അതുപോലെ തന്നെ ഇത് വളരെ റയർ ആയിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള ഒരു അമീബിക് ഡിസീസ് ആണ് ഈ അമീബിക് എൻസിഫാലിറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഇങ്ങനെ സ്റ്റഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിൽ പോയിട്ട് കുളിക്കാതിരിക്കുക, അതുപോലെ തന്നെ അങ്ങനത്തെ വെള്ളം യൂസ് ചെയ്യാതിരിക്കുക, വാഷ് ചെയ്യാനൊന്നും അങ്ങനത്തെ വെള്ളം യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതാണ് ഇതിൽ നമുക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യം. ഇനി അടുത്തതാണ് വേംസ്. ഇപ്പൊ വേംസിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഡിസീസാണ് ഫൈലേറിയാസിസും അതുപോലെ തന്നെ വേം ഇൻഫെസ്റ്റേഷനും. അപ്പൊ ഫൈലേറിയാസിസ് എന്താന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മക്കളെ, നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡ് ഇതിലൂടെ പാസ് ചെയ്യാം, ബ്ലഡ് വെസലിലൂടെ അല്ലേ. അതേപോലെ നമ്മുടെ ബോഡിയിൽ വേറൊരു ബോഡി ഫ്ലൂയിഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയാം. ആ ലിംഫ് പാസ് ചെയ്യും അതേപോലെ ലിംഫ് വെസലിലൂടെയാണ്. അപ്പൊ ഇത് നമ്മുടെ കാലിലും നമ്മുടെ കയ്യിലും അങ്ങനെ പല ഭാഗത്തും ഈ ഒരു ലിംഫ് വെസൽസ് ഉണ്ടാവും. അപ്പൊ എസ്പെഷ്യലി
ഈ ഒരു കാൽ ഭാഗത്തൊക്കെ ലോവർ ലിംബിലൊക്കെ ആയിരിക്കും ഈ ഒരു ലിംഫാറ്റിക് വെസൽ ഉണ്ടാവും. അപ്പൊ മക്കളെ, ഇത് സ്പ്രെഡ് ചെയ്യുന്ന പാത്തജനെയാണ് നമ്മൾ ഫൈലേറിയൽ വേം എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഫൈലേറിയൽ വേം നമ്മുടെ ഈ ഒരു ലിംഫ് വെസലിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഇത് അക്യുമുലേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? നമ്മുടെ ലിംഫ് ഫ്ലോ നടക്കോ? ഇല്ല. അത് ബ്ലോക്ക് ചെയ്യും അല്ലേ? അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ മക്കളെ, ഇവിടെ എങ്ങനെ ലിംഫ് വെസൽ എങ്ങനെ സ്വെല്ല് ചെയ്യും. അത് സ്വെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു എലിഫന്റിന്റെ പോലെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിന് എലിഫന്റിയാസിസ് എന്നും പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. എലിഫന്റിയാസിസ് എന്ന് പറയുമ്പോൾ ഈ കാലൊക്കെ എലിഫന്റിന്റെ പോലെ ആവും. അതുകൊണ്ടാണ് എലിഫന്റിയാസിസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സ്പ്രെഡ് ചെയ്യാം ഫീമെയിൽ ക്യൂലെസ് മോസ്കിറ്റോ ആണ്. ഓക്കെ, ഫീമെയിൽ ക്യൂലെസ് മോസ്കിറ്റോ ആണ്. അത് നമ്മുടെ ലിംഫാറ്റിക് വെസലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആ ലിംഫാറ്റിക് വെസലിൽ മൈഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ലിംഫ് ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും അവിടെ ലിംഫൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ലങ്സും ആംസും അതുപോലെ തന്നെ ജനറേറ്റൽ ഓർഗനൊക്കെ സ്വെല്ല് ചെയ്യും, എലിഫന്റിന്റെ പോലെ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് മെയിൻ ആയിട്ട് പ്രിവെന്റ് ചെയ്യാം. നമ്മൾ മോസ്കിറ്റോനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യണം. കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ അതേപോലെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടർ ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. പിന്നെ വീടുകളിലൊക്കെ മോസ്കിറ്റോ നെറ്റുകളും റിപ്പല്ലന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫൈലേറിയാസിസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാം. ഇനി അടുത്തതാണ് വേം ഇൻഫെസ്റ്റേഷൻ. നമ്മൾ വിരശല്യം എന്നൊക്കെ പറയും സിമ്പിൾ ആവുകയാണെങ്കിൽ. അപ്പം അതിൽ മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന 2 പാത്തജൻ ആണ് പിനും വേമും അതുപോലെ തന്നെ റൗണ്ട് വേമും. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാം നമ്മൾ നഖം കടിക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചതിന് ശേഷം കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കുകയോ അതേപോലെ കണ്ടമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചാലൊക്കെയാണ് ഈ ഒരു റിംഗ് വേമും പിൻവേം ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഇവർ എൻറ്റർ ചെയ്താൽ നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പിൻവാമും ഈ ഒരു റൗണ്ട് വാമും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇവർ കഴിക്കാൻ തുടങ്ങും. ഇവർ കഴിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? ഇവർ കഴിക്കുകയാണെങ്കിൽ പ്രശ്നം നമുക്ക് വിശപ്പ് അടക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും മക്കളെ? നമുക്ക് ഭയങ്കര ഏഹ്, എന്താ മക്കളെ, ക്ഷീണം ഉണ്ടാവും അല്ലേ? നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ ടയർഡ്നെസ് ഉണ്ടാവും. കാരണം നമ്മളെ ഭക്ഷണമൊക്കെ ഇവരാണ് കഴിക്കുന്നത്. അതേപോലെ മക്കളെ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും അല്ലേ? ഇല്ലേ? ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ മക്കളെ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടാവും അല്ലേ? ഭക്ഷണം കഴിക്കാതിരുന്നാലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതും ഒരു സിംപ്റ്റം ആണ്. പിന്നെ മന്ദപ്പ് ഉണ്ടാവും, ഡിസിനെസ് ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് അതിൽ വരുന്ന സിംപ്റ്റംസ്. ആലോചിച്ച് നോക്കുക. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലാണ്ട് ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആൽബെൻഡസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ കുടിക്കും. അപ്പൊ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ വേംസിന്റെ സ്പ്രെഡിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ക്യാൻസർ. ക്യാൻസർ എന്താന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് അല്ലേ? അപ്പോൾ ആ ഒരു സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് സെല്ലുകൾ അറേഞ്ച് ചെയ്തത്. അല്ലാണ്ട് സെല്ലുകൾ ഇങ്ങനെ തോന്നിയ പോലെ അവിടെയും ഇവിടെയും ഒന്നും മൊയല്ലല്ലോ. അതിന് കാരണം എന്താണ്? കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കും നടക്കുക. ആ കൺട്രോൾ എപ്പം സെല്ല് നഷ്ടപ്പെടുന്നോ അപ്പം ആണ് ആ നോർമൽ ആയിട്ടുള്ള സെല്ല് എന്തായിട്ട് മാറുക? ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലായിട്ട് മാറുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും മക്കളെ? ഇതാണ് നമ്മൾ നോർമൽ സെൽ. അപ്പൊ ചില സെല്ലുകൾക്ക് അതിന്റെ കഴിവ് നഷ്ടപ്പെട്ട്, ആ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പല ഭാഗത്തും ഇങ്ങനെ മൊയകൾ ഉണ്ടാവും. കാരണം സെല്ലുകൾ തോന്നിയ പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്യാൻസർ എന്ന് പറയാം. ദാറ്റ് മീൻസ് അബ്നോർമൽ കൺട്രോൾഡ് സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അബ്നോർമൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ മക്കളെ, അങ്ങനെ ഈ ഒരു സെല്ലുകൾ പല ഭാഗത്തും ഇങ്ങനെ മൊയകളായിട്ട് മാറും. എന്നിട്ട് അത് നമ്മുടെ ബ്ലഡിലൂടെയും ലിംഫിലൂടെ ഒക്കെ പോയിട്ട് പല ഭാഗത്തും പോയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇതാണ് ക്യാൻസറിൽ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പൊ മക്കളെ, ഈ ക്യാൻസറിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 കാരണമാണ്. ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ വരാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാരണം ക്യാൻസർ വരാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റീസൺസ് ആവാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസും ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? അതിൽ ഒന്നാമത്തേതാണ് സർജറി. ഇവിടാണ് ക്യാൻസർ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനെങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യും. പക്ഷെ എല്ലാ ക്യാൻസറിലും ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല.
അപ്പോൾ അത്തരത്തിലുള്ള ക്യാൻസറിൽ നമ്മൾ വേറെ മെത്തേഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതിലുള്ളൊരു എക്സാമ്പിളാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ക്യാൻസറസ് ആയുള്ള സെല്ലിനെ നമ്മൾ കൊല്ലുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. ചില ആളുകളുടെ മുടിയൊക്കെ ഫുള്ള് നഷ്ടപ്പെട്ടു പോകും. അതൊക്കെയാണ് ഇതിലുള്ള മെയിൻ ആയുള്ള ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചിലത് റേഡിയേഷൻ തെറാപ്പിയാണ്. നമ്മൾ നല്ല റേഡിയേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ക്യാൻസർ സെല്ലിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, ടാർജറ്റഡ് ആയുള്ള തെറാപ്പി ഉണ്ട്, പിന്നെ ഹോർമോണൽ തെറാപ്പി ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഡിസീസുകളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനുള്ള 2 എക്സാമ്പിളാണ് ഡയബറ്റിസ് മെലിറ്റസും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും. അപ്പൊ അതിന് കാരണം അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, സ്ട്രെസ്, ഇതൊക്കെയാണ് ഇതിന് കാരണം. പിന്നെ അടുത്തതാണ് ഒക്യുപ്പേഷണൽ ഡിസീസ്. ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ അറ്റ്മോസ്ഫിയർ വെച്ചിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ടാവുക. ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് സിലിക്കോസിസ്. നമ്മളെ സിമെന്റ് ഇൻഡസ്ട്രി, ഗ്ലാസ് ഇൻഡസ്ട്രി, അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിലിക്ക ഇങ്ങനെ അവരുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു സിലിക്ക അവരുടെ ലങ്സിൽ പോകും, എന്നിട്ട് ആ ലങ്സിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് നോർമലി ലോങ് ടേം എക്സ്പോഷ്യർ ആണ്, അല്ലാണ്ട് ഒറ്റ അടിക്ക് ഉണ്ടാവുന്ന ഡിസീസ് അല്ല. ഒരുപാട് വർഷങ്ങളോളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സിലിക്കോസിസ് പോലത്തെ ഡിസീസുകളൊക്കെ ഉണ്ടാവാം. പിന്നെ അടുത്തതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതിനുള്ള എക്സാമ്പിളാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സെല്ലിന് ഒരു കഴിവുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ സെല്ലിനെ അറിയാം, നമ്മുടെ ഇമ്മ്യൂൺ സെല്ലിനെ അറിയാം നമ്മളെ സെൽ എന്താണ്, നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലുള്ള ഓർഗൻസ് എന്താണെന്നൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഇമ്മ്യൂൺ സെല്ലിന് അത് നഷ്ടപ്പെടും. ഒരു മറവി വരുന്ന പോലെ അതെന്താവും, അതിന് തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ തിരിച്ചറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സെല്ല് നമ്മളെ സെല്ലിന് തന്നെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. അതിനുള്ള എക്സാമ്പിളാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. അതാണ് എക്സാമ്പിളാണ് അനീമിയ. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുക അയേൺ ഡെഫിഷ്യൻസിക്ക് കാരണമാണ്. അതുകൊണ്ടാണ് നമ്മളെ ഗവൺമെന്റ് നമുക്ക് അയേൺ ഗുളിക തരുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് അയേൺ ഗുളിക കൊടുക്കാൻ കാരണം അയേൺ ഡെഫിഷ്യൻസി വരാതെക്കാൻ വേണ്ടിയാ. അയേൺ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ എന്തുണ്ടാവും, അനീമിയ ഉണ്ടാവും. ഇനി അടുത്ത ഡിസീസിനെയാണ് ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പാരമ്പര്യ ഡിസീസ് എന്ന് പറയും. അപ്പൊ ഇതെന്താണെന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് രോഗമുണ്ട് എന്ന് വിചാരിച്ചോ, ഇനിയിപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്കും ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ആവും. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ജനതികമായുള്ള പാരമ്പര്യ ഡിസീസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെങ്ങനെ നടക്കുമെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മക്കളെ, നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ് നമ്മുടെ DNA അല്ലേ? DNA എവിടെ കാണും മക്കളെ? നമ്മുടെ ക്രോമസോം എവിടെ കാണും? നമ്മുടെ സെല്ലിൽ. ആ DNA ചെറിയ ചെറിയ സെഗ്മെന്റുകൾ ഉണ്ടാവും. ആ സെഗ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയാം, ജീൻ എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? ജീൻ എന്ന് പറയും. ആ ജീനാണ് നമ്മുടെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ജീനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡിയിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രോട്ടീനാണ് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ചില കണ്ടീഷനിൽ ഈ ജീൻ എന്ത് നടക്കും, മ്യൂട്ടേഷൻ സംഭവിക്കും. ആ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എറർ ആണ്, അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റ് സംഭവിച്ചാൽ എന്താ പ്രശ്നം എന്ന് അറിയോ? ഈ ഒരു പ്രോട്ടീൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ബോഡിയിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും നടക്കൂല അല്ലേ? അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ട് ഈ 2 ഡിസീസും നടക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് സിക്കിൾ സെൽ അനീമിയ. ആ സിക്കിൾ സെൽ അനീമിയയിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ. നമ്മുടെ ഹീമോഗ്ലോബിൻ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ RBCയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, ഈ ഒരു ജീനാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ആയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയോ? നമ്മുടെ RBCന്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ആ ഷേപ്പ് എന്തായിട്ട് മാറും? ഇങ്ങനെ സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? എന്ത് മാറും? സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറും, നമ്മൾ അരിവാളിനെ പോലെ. ആ സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുമ്പോൾ മെയിൻ ആയുള്ള പ്രശ്നം ഓക്സിജന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. കുറച്ച് ഓക്സിജനെ മാത്രമേ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള അതാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുക. നോക്കിയോ, RBC എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ട് മാറും. എന്നിട്ട് അതിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ആ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതേപോലെ സിക്കിൾ ഷേപ്പ് ആയല്ലോ. ആ സിക്കിൾ ഷേപ്പ് നമ്മുടെ ബ്ലഡ് വെസലിന്റെ പല ഭാഗത്തും പോയിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? ഇവിടെ ബ്ലോക്ക് സംഭവിക്കും അല്ലേ? ഇവിടെ പ്രോപ്പറായിട്ട് നടക്കൂല, ബ്ലഡ് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ ഈ ഒരു ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. അതാണ് ഈ സിക്കിൾ സെൽ അനീമിയയിൽ നടക്കുക. അപ്പോൾ ബ്ലഡ് ഫ്ലോ
ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് അനീമിയ ഉണ്ടാവും അല്ലേ, ലാക്ക് ഓഫ് ഓക്സിജൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാം. പിന്നെ അടുത്തതാണ് ഹീമോഫിലിയ. ഹീമോഫിലിയ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഹീമോഫിലിയ എന്ന് പറഞ്ഞാൽ ഹീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്, ഫിലിയ എന്ന് പറഞ്ഞാൽ ലവ് ആണ്. അപ്പോൾ ഇത് ബ്ലഡിനെ സ്നേഹിക്കുന്ന ഡിസീസാണ്. ഇതിനെങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലായിട്ട് എനിക്ക് ഇവിടെ ഒരു വൂണ്ട് പറ്റിയെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോട്ട് ആവും അല്ലേ. അതിന് കാരണം എന്താണ്? കാരണം നമ്മുടെ ബോഡി ചില പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയാം. കാരണം ഇവർ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ആയിട്ടില്ലെങ്കിൽ എന്ത് നടക്കൂല, ക്ലോട്ടിങ് നടക്കൂല. ആ ക്ലോട്ടിങ് നടന്നിട്ടില്ലെങ്കിൽ ഒരു മൈനർ ആയുള്ള വൂണ്ട് ഉണ്ടായാൽ മതി, ഒരുപാട് ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഹീമോഫിലിയയിൽ നടക്കുക. അപ്പം ഇത് ജസ്റ്റ് നോക്കുക, ഇതാണ് ഒരു നോർമൽ പേഴ്സണിലുള്ള ഒരു വൂണ്ട് ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ ക്ലോട്ട് ആവും. ഹീമോഫിലിക് ആയുള്ള പേഷ്യന്റിൽ വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലോട്ട് ആവില്ല, ബ്ലഡ് ഇതേപോലെ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഹെറിഡിറ്ററി ഡിസീസിൽ നമുക്ക് പഠിക്കാനുള്ളത്.